ഡ്യൂട്ടി കഴിഞ്ഞ് റൂമിലേക്ക് ഇങ്ങോട്ട് എത്തിയപ്പോ ചെങ്ങായിമാരെ അടുക്കളയിൽ ഭയങ്കര തിരക്കിട്ടോ. നല്ല ബിരിയാണി ആയിരുന്നു സെറ്റ് ആക്കിക്കുന്നത്, അത് വിളമ്പുന്ന തിരക്കിലാണ്. ഇന്നിപ്പോ എന്താ സ്പെഷ്യൽ എന്ന് ചോദിച്ചപ്പോഴാണ് മിജാസ് കല്യാണം കഴിച്ചതിന്റെ ചെലവാണെന്ന് പറയുന്നത്. സംഭവം 2 മാസം മുമ്പാണെങ്കിലും നമുക്കിപ്പോഴാണ് ചെലവ് കിട്ടുന്നത്. ഇത് ഞങ്ങൾ റൂമിൽ നിന്ന് ഉണ്ടാക്കിയതല്ലോ, പുറത്തുനിന്ന് പ്രത്യേകം പറഞ്ഞുണ്ടാക്കിപ്പിച്ചതിനെ കൊണ്ട് ടേസ്റ്റിന്റെ കാര്യത്തിലാണോ യാതൊരുവിധ കോംപ്രമൈസും ഇല്ലട്ടോ. എന്നത്തെ പരിപാടി റിച്ചു നാട്ടിൽ പോവാണ്, ഓന് വേണ്ടിയിട്ട് പെട്ടി കെട്ടണം. ഓൻ കൊണ്ടുവന്ന സാധനങ്ങൾ ഏറെക്കുറെ കണ്ടു ഞങ്ങൾക്ക് മനസ്സിലാവും ഇപ്പൊ എന്തിനാണോ പോകുന്നതെന്നുള്ളത്. ഇമ്മാസം 7-ാം തീയതി കല്യാണമാണ്, അതിന് വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ ചെക്കന്. നാട്ടിലേക്ക് പെട്ടിയോ കെട്ടി എടുത്തനായിട്ട് പറഞ്ഞേക്കാന്ന് പറയുമ്പോ തന്നെ നമുക്കൊരു പ്രത്യേക ഹരാണ്. അത്യാവശ്യം സാധനങ്ങളൊക്കെ അവന് മുമ്പേ ഇങ്ങനെ കുറച്ചിച്ച് വാങ്ങി വെച്ചേ കൊണ്ട് തന്നെ അത് വാങ്ങാൻ പോവാന്നുള്ളൊരു ടാസ്ക് ഞങ്ങൾക്ക് അങ്ങനെ അല്ലായിരുന്നു. ഞാനിപ്പോ അതൊന്നും അല്ല ആലോചിക്കുന്നത്. ഓനിപ്പോ പോയി കിടന്നിറങ്ങി കഴിഞ്ഞാൽ നാളെ പോകുന്നത് ആലോചിച്ചിട്ട് ഓന് ഉറക്ക് വരുമല്ലേ എന്നുള്ളതാണ്. എത്രയൊക്കെ തന്നെ ചിരിയും കളിയാണെന്നുണ്ടെങ്കിലും ഒരുത്തന് പെട്ടിയോ കെട്ടി നാട്ടിലേക്ക് ഇങ്ങനെ ആയിട്ട് പോകുന്നേരം ഞമ്മക്ക് ഉള്ളിൻ്റെ ഒരു സങ്കടമാണ്. നമ്മളിനിപ്പോ എന്നാ പോവുക എന്നുള്ളത് ആലോചിച്ചിട്ട് സ്വാഭാവികമായിട്ട് എല്ലാവർക്കും പറ്റുമ്പോൾ തന്നെ പെട്ടിയിലേക്ക് നിറയ്ക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്കൊക്കെ ഭയങ്കര ആവേശമായിരുന്നു. പിന്നെ പോരാത്തതിന് അവസാനല്ലേ നമ്മൾ തൂക്കം നോക്കുക. തൂക്കം കൂടുതലായി പോയി ചെങ്ങായിമാരെ. അതിനോണ്ട് തന്നെ സാധനങ്ങളൊക്കെ ഞങ്ങൾ തിരിച്ചിറക്കിയിട്ടുണ്ട് ട്രോളിയിലേക്ക് അങ്ങോട്ട് കയറ്റി. എന്നിട്ട് നല്ല മൊഞ്ചിൽ പെട്ടിയും കെട്ടി കല്യാണം കഴിക്കാൻ പോകുന്നതിന് ഞങ്ങളെ വക ഒരു കയ്യൊപ്പം കൊടുത്താൽ മതി. വിവാഹം വിദേശത്താണെങ്കിലും വിളിച്ചാൽ വിമാനത്തിൽ വരാം. ഞമ്മക്കെന്നാ പിന്നെ കാണട്ടോ.